കണ്ണൂരിൽ നിന്ന് കൊച്ചിയിലോട്ടൊക്കെ ഒരു യാത്ര പ്ലാൻ ചെയ്തപ്പോൾ ആദ്യം തന്നെ ഞാൻ വരുന്നില്ല മക്കളെ, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് പ്രായമായില്ലേ, ഇനി അതൊന്നും എനിക്ക് കാണാനോ പോകാനോ പറ്റിയൊരു സ്ഥലമല്ല എന്ന് പറഞ്ഞതാണ് അമ്മമ്മ. ഇന്ന് അമ്മമ്മയുടെ കൈ പിടിച്ച് മറൈൻ ഡ്രൈവിലൂടെ നടന്നപ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരുന്നു. കാരണം ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു 3 ദിവസത്തെ ട്രിപ്പ് എല്ലാവരും ഒത്തിരി സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരും അച്ഛനും അമ്മയും അമ്മമ്മയൊക്കെ കൂടി നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ഇത്തിരി സമയമാണെങ്കിൽ ഇത്തിരി സമയം അവരെയൊക്കെ കൂട്ടി പുറത്തൊക്കെ പോയി വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അതാണ് ശരിക്കും ആ ഒരു ട്രിപ്പിൻ്റെ ഒരു ഏറ്റവും പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ ഒരു 3 ദിവസം അത്ര അടിപൊളിയായിരുന്നു. വാട്ടർ മെട്രോയിൽ കയറണം എന്ന് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മമ്മക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ. അപ്പോൾ നമ്മൾ ആദ്യം മറൈൻ ഡ്രൈവിലൂടെ പോയി വാട്ടർ മെട്രോ കയറി ഫോർട്ട് കൊച്ചിയിലെത്തി. ഫോർട്ട് കൊച്ചിയിൽ പോയ ആ ഒരു ദിവസം മറൈൻ ഡ്രൈവ് ഫോർട്ട് കൊച്ചി ആയിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർക്ക്. കാരണം അവിടെ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ എന്താ പറയുക, നമ്മൾ അതിൻ്റെ സെക്കൻഡ് ഡേയിലുള്ള ട്രിപ്പിനേക്കാളും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് നമ്മുടെ ഈ ഒരു ഫോർട്ട് കൊച്ചി സൈഡിൽ നമ്മൾ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ചായ കുടിച്ചും അതിൻ്റെ അടുത്തുള്ള നമ്മുടെ വെസ്റ്റേൺ ബംഗ്ലാവിൽ പോയിട്ടും അങ്ങനെ കുറേ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ഒത്തിരി കാണാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനകത്തുള്ള കിച്ചൺ നമ്മുടെ ഈ ഒരു ഡച്ച് സ്റ്റൈലിലെ കിച്ചൺ എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു. പിന്നെ നമ്മൾ ഹിൽ പാലസിലോട്ടാണ് സെക്കൻഡ് ഡേ പോയിട്ടുണ്ടായിരുന്നത്. ഹിൽ പാലസിലുള്ളത് യാത്ര കുറച്ച് അമ്മമ്മേനെ സംബന്ധിക്കുന്നിടത്തോളം ബുദ്ധിമുട്ടുള്ളതായിരുന്നു. കുറേ നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആൾ കുറച്ചൊക്കെ നടന്ന് കുറച്ച് കാണാനുള്ള ഭാഗത്തൊക്കെ കണ്ട ആൾ ഒരു സൈഡായിട്ട് ഇരിക്കുക ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളെല്ലാവരും മാക്സിമം എല്ലാ സ്ഥലവും കറങ്ങി അടിച്ച് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയൊക്കെ പോയ വഴിയിലൂടെ പോകാൻ ഒരു പ്രത്യേക ആഗ്രഹം, ഇവിടെ കാണണമെന്ന് വല്ലാത്തൊരാഗ്രഹമായിരുന്നു മുന്നേ തന്നെ. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ കറങ്ങി. പിന്നെ ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ഊഞ്ഞാൽ കെട്ടിയതൊക്കെ കുട്ടികൾക്കൊക്കെ ശരിക്കും ഒരു നല്ല നമുക്ക് എന്താ പറയുക, നേച്ചർ ഏറ്റവും ഭംഗിയുള്ള പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണിത്. അപ്പോൾ എറണാകുളത്തുള്ളവർക്കൊന്നും ഇത് എപ്പോഴും അവർ പോയി കാണുന്നത് തന്നെയായിരിക്കാം. എന്നാൽ നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തു നിന്നൊക്കെ ഉള്ളവർ വരുന്നത് കുറവായിരിക്കാം. പിന്നെ ജൂ ടൗണിലത്തെ വിശേഷങ്ങളും ഇവിടുത്തെ സാധനങ്ങളൊക്കെ എനിക്ക് തോന്നിയത് ഭയങ്കര എക്സ്പെൻസാണ്. ഞങ്ങളൊരു ചെറിയൊരു ബാഗ് ചോദിച്ചപ്പോൾ 1300 1400 ആ ഒരു റേറ്റിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭംഗിയായിട്ട് തോന്നി. ആൻറ്റിക് സാധനങ്ങളുടെ കളക്ഷൻസ് ഒത്തിരി ഉണ്ട്. ആൻറ്റിക് വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ്. അതുപോലെ ഫോട്ടോഗ്രാഫി റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു പ്രത്യേക നമ്മൾ ഫോട്ടോഷൂട്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്തപ്പോൾ അതിനൊരു പ്രത്യേക ഭംഗി തോന്നി ഇതിനകത്ത് നിന്ന് എടുക്കുമ്പോൾ. ഇങ്ങനെ ബിൽഡിങ്സിൻ്റെ ആ ഒരു ആൻറ്റിക് കളക്ഷൻ്റെ ഒക്കെ ഇടയിൽ വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഭക്ഷണം കഴിച്ചതിൽ എനിക്ക് ഫോർട്ട് കൊച്ചി സൈഡിൽ നിന്ന് കഴിച്ച ഭക്ഷണം അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. എനിക്കെന്നല്ല ആർക്കും അത്ര പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും. പക്ഷേ അതിനുശേഷം മുല്ലപ്പന്തലിൽ പോയി കഴിച്ചപ്പോൾ ഉള്ള ഭക്ഷണത്തിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുകൂടാതെ ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് കുറേ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ബ്രോഡ്വേയിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ കുടുംബമായിട്ട് രാത്രി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കൂടാതെ പിന്നെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം റീൽസ് എടുക്കാനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ എല്ലൊന്നും വിജയിച്ചില്ല. 2-3 എണ്ണം എന്നാലും ഞങ്ങൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിയുടെ പേജിലും അതുപോലെ തന്നെ മോനൊരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഇടാൻ വേണ്ടി ഞങ്ങൾ കുറേ റീൽസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം കേട്ടോ. ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.